ബാങ്കിങ് കൺസെപ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൽ എസ് എഴുതുമ്പോൾ നമ്മൾ അത് ഓതറിനെ പറ്റിയിട്ട് എഴുതണമല്ലോ. അപ്പോൾ ഓതർ പൗലോ ഫ്രെയറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രസീലിയൻ എഡ്യൂക്കേറ്റർ ആണ്. ഇദ്ദേഹം ഒരു ഫിലോസഫർ ആയിരുന്നു, ടീച്ചർ ആയിരുന്നു, മാത്രമല്ല റൈറ്ററും, പല കോളേജിലുള്ള കത്തോലിക് യൂണിവേഴ്സിറ്റി കോളേജിലെ പ്രൊഫസറും അതേപോലെ ഹാർഡ്വേർഡ് യൂണിവേഴ്സിറ്റിയിലെ വിസിറ്റിംഗ് പ്രൊഫസറായിട്ട് ജോലി ചെയ്ത ഒരാൾ കൂടിയായിരുന്നു ഈ പൗലോ ഫ്രെയറി എന്ന് പറയുന്ന ആൾ. ഇദ്ദേഹം ബ്രസീലിയൻ്റെ നാഷണൽ പ്ലാൻ അഡൽട്ട് ലിറ്ററസി എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ എഡ്യൂക്കേഷൻ സെക്രട്ടറിയും ജനറൽ കോർഡിനേറ്ററും കൂടിയായിരുന്നു. ഓക്കെ, ഇവർ ഈ ബ്രസീലിലെ പാവപ്പെട്ട ഏരിയകളിലുള്ള അഡൾട്ട്സിന് കരിയർ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത ഒരു മനുഷ്യൻ കൂടിയായിരുന്നു പൗലോ ഫ്രെയറി എന്ന് പറയുന്ന ആൾ. ഇവർക്ക് കുറേ അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ പറയാം. ഈ ഒരു ചാപ്റ്റർ അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഒരു വർക്കായ ദ പെഡഗഗി ഓഫ് അപ്രസ്ഡ് എന്ന് പറയുന്ന ഒരു ബുക്കിൻ്റെ സെക്കൻഡ് ചാപ്റ്ററാണ് ഈ ബാങ്കിങ് കൺസെപ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബാങ്കിങ് കൺസെപ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കൺസിഡേർഡ് ആസ്, അതായത് ഈ ഒരു ചാപ്റ്റർ ഒരു ടീച്ചർ സ്റ്റുഡൻറ് റിലേഷൻഷിപ്പ്, ട്രഡീഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ ടീച്ചർ സ്റ്റുഡൻറ് റിലേഷൻഷിപ്പ് വർ ടീച്ചർ എല്ലാ കാര്യങ്ങളും എന്താ പറയുക ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഡെപ്പോസിറ്റർ ആയിട്ട് വൈൽ സ്റ്റുഡൻസ് ഒരു റെസിപ്പിയൻ്റ് ആയിട്ട് നോളജ് ഗെയിൻ ചെയ്യുന്ന ആ ഒരു ഫോം ഓഫ് എഡ്യൂക്കേഷൻ്റെ ക്രിട്ടിക്കായിട്ട് അതിനെതിരായിട്ട് അതിന് വിമർശകമായിട്ട് എഴുതിയ ഒരു ഭാഗമാണ് ഈ ബാങ്കിങ് കൺസെപ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. കാരണം ഈ പൗലോ ഫ്രെയറി എന്ന് പറയുന്ന ആൾ കൺസിഡർ ചെയ്യുന്നത് ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിൽ രണ്ടാൾക്കും, അതായത് ടീച്ചറിനും സ്റ്റുഡൻസിനും ഒരുപോലെ കൊളാബറേറ്റ് ചെയ്തിട്ട് ഗെയിനിങ്ങും ഗിവിങ്ങും ഓഫ് നോളജിൻ്റെ ഗെയിനിങ്ങും ഗിവിങ്ങും നടത്തുന്നതാണ് ശരിക്കും ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടാവേണ്ടത്. അങ്ങനെയാണ് വേണ്ടത് എന്നുള്ളൊരു കാഴ്ചപ്പാട് കാണുന്ന ഒരു വ്യക്തിയാണ് പൗലോ ഫ്രെയറി എന്ന് പറയുന്നത്. പിന്നീട് നമുക്ക് ഈ ഒരു അതായത് ഈ ഒരു കൺസെപ്റ്റിലേക്ക് കുറച്ചും കൂടി ബ്രീഫായിട്ട് പറയാം. അതായത് ഫസ്റ്റ് ഇവർ പറയുന്നതെന്ന് വെച്ചാൽ നെറേറ്റീവ് സിക്നെസ് ആണ്. ഈ ഒരു ബാങ്കിങ് കൺസെപ്റ്റിലൂടെ നമുക്ക് സൊസൈറ്റിയിൽ എഡ്യൂക്കേഷന് ട്രഡീഷണൽ സൊസൈറ്റി നൽകുന്ന എഡ്യൂക്കേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ഒരു നെറേറ്റീവ് സിക്നെസ് കൊണ്ടുവരുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. നെറേറ്റീവ് സിക്നെസ് എന്ന് പറഞ്ഞാൽ ഒരു മെയിൻ ആൾ, അതായത് ടീച്ചർ മാത്രം സ്റ്റോറി പറയുന്നത് പോലെ ഇങ്ങനെ പറഞ്ഞിട്ട് മറ്റ് സ്ഥലത്തുള്ള സ്റ്റുഡൻ്റ് എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ദ നോളജ് ഷെയർഡ് ബൈ ദ ടീച്ചർ അത് റിസീവ് ചെയ്യുക, ഫുള്ള് ഒരു ബൗൾ പോലെ വെസൽ പോലെ അത് ഫില്ല് ചെയ്യുന്ന രീതിയിൽ ടീച്ചർ പറഞ്ഞ കാര്യങ്ങൾ യാതൊരു വിധത്തിലുള്ള തിങ്കിങ്ങോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും കൊളാബറേറ്റിങ്ങോ ഒന്നും ചെയ്യാതെ അതപ്പാടെ ഫില്ല് ചെയ്യുന്ന രൂപം, ആ ഒരു സംഭവത്തിനാണ് ഈ നെറേറ്റീവ് സിക്നെസ് എന്ന് പറയാം. അതിനുശേഷം പിന്നെ ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ ഈ കൺസെപ്റ്റ് ഓഫ് ബാങ്കിങ് കോൺസെപ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ ഇല്ലേ, ആ ഒരു സംഭവത്തിനെ പറ്റിയിട്ട് കുറച്ചും കൂടി ഒന്ന് വിശദീകരിച്ചിട്ട് പറഞ്ഞു കൊടുക്കാം. അത് നമുക്കറിയാം, അത് ബാങ്കിങ് മെറ്റഫർ ആയിട്ട് വരുന്നതിനെ പറ്റിയിട്ടൊന്ന് പറയാം. ബാങ്കിങ് മെറ്റഫർ എന്ന് പറഞ്ഞാൽ ദ ടീച്ചർ ഈസ് ബീങ് ദ ഡെപ്പോസിറ്റർ ഓഫ് ദ നോളജ് ഹിയർ, നോളജിൻ്റെ ഡെപ്പോസിറ്റർ ആയിട്ട് ടീച്ചർ നിൽക്കുകയും അതിൻ്റെ ഫുൾ റെസിപ്പിയൻ്റ് ആയിട്ട് ബാക്കി ഒന്നും ചെയ്യാതെ സ്റ്റുഡൻസ് അത് റിസീവ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഇതൊരു ബാങ്കിങ് മെറ്റഫർ ആയിട്ട് പറയുന്നത് എന്ന് കൂടി പറയാം. പിന്നീട് പറയുന്നതെന്ന് വെച്ചാൽ അദ്ദേഹം ഈ ഒരു ബാങ്കിങ് കൺസെപ്റ്റ് ഓഫ് എഡ്യൂക്കേഷനിൻ്റെ കുറേ ആട്രിബ്യൂട്ട്സും അതേപോലെ ക്യാരക്ടറിസ്റ്റിക്സും എന്താണ് ഈ ഒരു കൺസെപ്റ്റിലൂടെ അല്ലെങ്കിൽ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അത് നമുക്ക് കുറേ പോയിന്റ്സ് തന്നിട്ടുണ്ട്. അതായത് ടീച്ചർ ആൻഡ് സ്റ്റുഡൻസ്, അതായത് ടീച്ചർ ടീച്ച് ചെയ്യുന്ന കാര്യങ്ങൾ സ്റ്റുഡൻറ്റ് പഠിക്കുന്നു. മാത്രമല്ല ടീച്ചറിന് ഇവിടെ എല്ലാം അറിയാമെന്നുള്ള ധാരണയും അതേപോലെ സ്റ്റുഡൻസിനൊന്നും അറിയില്ല എന്നുള്ള ഒരു ധാരണയും ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ പറയുന്നതെന്ന് വെച്ചാൽ ടീച്ചർ മാത്രമേ ഇവിടെ ചിന്തിക്കുന്നുള്ളൂ. ആ ഒരു സമയത്ത് സ്റ്റുഡൻസ് എന്ത് ചെയ്യുകയാണ്, ടീച്ചർ ചിന്തിച്ച കാര്യങ്ങളെ പറ്റി മാത്രം ചിന്തിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ടീച്ചർ സംസാരിക്കുന്ന സമയത്ത് സ്റ്റുഡൻസ് ജസ്റ്റ് സൈലന്റ് ആയിട്ട് ലിസൺ ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള കുറച്ച് പോയിന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കുക. പിന്നീട് ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ ഇൽസ് ഓഫ് ബാങ്കിങ് കൺസെപ്റ്റ് ഓൺ സ്റ്റുഡൻറ്, അതായത് ഈ ഒരു കൺസെപ്റ്റ് സ്റ്റുഡൻറ്റിനെ എന്താണ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അത് മോശമായിട്ട് അവർക്ക് ബാധിക്കുന്നത് എന്നതിനെ പറ്റിയിട്ട് പറയണം. അതായത് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇവിടെ ഒരു ഡോമിനൻസി തോട്ട് ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. ടീച്ചറിനെല്ലാം അറിയുന്നു എന്നുള്ള ഒരു ഇത് കാരണം മറ്റ് ഈ ഒരു സ്റ്റുഡൻസിന് എന്താ അറിയാം, അവരുടെ ക്രിയേറ്റിവിറ്റിയോ കാര്യങ്ങളോ ഒന്നും ഇവിടെ എന്താക്കുന്നില്ല, ആരും അന്വേഷിക്കുന്നില്ല. മാത്രമല്ല ഒരു ഗെയിനിങ്, അതായത് ഗിവിങ്ങും ഒരു നോളജ്, ഇപ്പോൾ ടീച്ചറിനുള്ള നോളജ് സ്റ്റുഡൻറ്റിനുള്ള നോളജ് ഇവിടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നില്ല. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇവർക്ക് കുറവാകുന്നു. ആ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ പ്രശ്നം വരും, നമുക്ക് കോൺഫിഡൻസിൻ്റെ കുറവ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നു എന്നുള്ള
എഴുതി കൊടുക്കുക. പിന്നെ ലാസ്റ്റ് ആയിട്ട് ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ട് പൗലോ ഫ്രെയറി എന്ന് പറയുന്ന ആള് ഒരു സംഭവം പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. അതിന്റെ പേരെന്ന് വെച്ചാൽ പ്രോബ്ലം പോസിംഗ് എഡ്യൂക്കേഷൻ. ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് നമ്മുടെ സൊസൈറ്റി മാറണം എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഈ പ്രോബ്ലം പോസിംഗ് എന്ന് വെച്ചാൽ ഇവിടെ രണ്ട് കൂട്ടരും, സ്റ്റുഡൻറ്റും അതേപോലെ ടീച്ചറും ആക്റ്റീവായിട്ട് കാര്യങ്ങളും നോളജും അങ്ങോട്ടും ഇങ്ങോട്ടും കൊളാബറേഷനിലൂടെ തിങ്ക് ചെയ്തിട്ട് അവരെന്നെ കണ്ടുപിടിച്ചിട്ടും ക്രിട്ടിക്കൽ തിങ്കിങ്ങിലൂടെ ഒക്കെ പോയിട്ട് കണ്ടുപിടിക്കുന്ന നോളജിനെ കൈമാറുന്ന എഡ്യൂക്കേഷനാണ് ഈ പ്രോബ്ലം പോസിംഗ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ പറയാം. പിന്നെ ലാസ്റ്റ് ആയിട്ട് ജസ്റ്റ് പിന്നെയും ബാങ്കിങ് കൺസെപ്റ്റ് ഇതാണ് അങ്ങനെ എന്ന് പറഞ്ഞിട്ടൊന്ന് കൺക്ലൂഡ് ചെയ്താൽ മതി. ഓക്കെ.